മഹാശിവരാത്രിയോടനുബന്ധിച്ചുള്ള ശിവാലയ ഓട്ടത്തിന്റെ ഭാഗമായി കന്യാകുമാരി ജില്ലയിലെ 12 ശിവക്ഷേത്രങ്ങളിൽ ഭക്തർ ദർശനം നടത്തുകയാണ്. തിരുമല ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച തീർത്ഥാടനം തിരുനട്ടാരത്ത് ശങ്കരനാരായണനെ തൊഴുത് പൂർത്തിയാകും. കാൽനടയായി സഞ്ചരിക്കുന്നതാണ് ആചാരരീതി. ശിവാലയ ഓട്ടത്തിലെ 11ാമത്തെ ക്ഷേത്രമായ തൃപ്പന്നിക്കോട് ക്ഷേത്രത്തിൽ നിന്നും എം മനോജ് ചേരുന്നു. മനോജ്, ഇനി ഒരു ക്ഷേത്രം കൂടിയേ ഉള്ളൂ ഈ ശിവാലയ ഓട്ടം പൂർണ്ണമാകാൻ, എന്താണ് വിവരങ്ങൾ? തീർച്ചയായും ഈ 11ാമത്തെ ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. തൃപ്പന്നിക്കോടാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ തന്നെ ഇപ്പോൾ ഉള്ളിലേക്ക് കയറുവാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തരെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ക്ഷേത്രം മാത്രമാണ് ബാക്കിയുള്ളത്. അങ്ങനെ ഈ ഒരു ശിവാലയോട്ടം പരിസമാപ്തിയിലേക്ക് പോവുകയാണ്. ഈ ഭക്തരൊക്കെ തന്നെ ഈ ദർശനം കഴിഞ്ഞാൽ ഉടൻ എത്തുക ഈ ക്ഷേത്രം, അതായത് ശങ്കരനാരായണ പ്രതിഷ്ഠയും ശിവപ്രതിഷ്ഠയും തൊഴുവാൻ വേണ്ടി തിരുനട്ടാലം ക്ഷേത്രത്തിലേക്കാണ് പോകുക. എന്തായാലും ഇപ്പോൾ ഈ മഹാവിഷ്ണുവിൻ്റെ വരാഹാവതരവുമായി ബന്ധപ്പെട്ട തൃപ്പന്നിക്കോട് ശിവക്ഷേത്രത്തിലാണ് ഈ ഭക്തരുള്ളത്. ഇവിടെ ദർശനം കഴിഞ്ഞ ശേഷമാണ് പരിസമാപ്തിയിലേക്ക്, അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകുക. എന്തായാലും പുലർച്ചെ മുതലൊക്കെ തന്നെ യാത്ര തുടങ്ങിയവരാണ് ഇവരൊക്കെയും. അവരൊക്കെ തന്നെ ഇപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അതായത് രാവിലെ മുതൽ തിരുമല ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഈ യാത്ര ഓരോ ക്ഷേത്രങ്ങൾ പിന്നിടുമ്പോഴും ഇത്രയധികം തിരക്ക് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും ഇവിടെയൊക്കെ തന്നെ ഭക്തരെ കാണാം. അതോടൊപ്പം നമുക്ക് ക്ഷേത്ര ഭാരവാഹികളും ഇവിടെയുണ്ട്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ശിവാലയം? இந்த சிவாலயம் கழிந்த வருடத்தை விட கூட்டம் அதிகமாக இருக்கிறது. அரசாங்கம் அரசாங்கம்னு சொல்றதை விட இந்து சமய அறநிலையத்துறை சரியான முறையில் அதற்குரிய நடவடிக்கைகள் எல்லாம் எடுக்கல. ஆங்காங்கே சாலைகள் குண்டும் குழியுமாக இருக்குது. ஒரு மீட்டிங் வச்சாங்க, எல்லா சாலைகளையும் நாங்கள் சரி செய்திருவோம் சொன்னதோட சரி, எந்த சாலையும் சரி செய்தது மாதிரி ஒன்றும் தெரியல. சும்மா மண் அள்ளி போட்டுறாங்க, அவ்வளோதான். എന്തായാലും ഈ ഭക്തജനങ്ങൾ ഇങ്ങനെ എത്തുന്നുണ്ട്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ എല്ലാം ഇവിടെ റെഡിയല്ലേ? நாங்கள் கமிட்டியிலேருந்து செய்துட்டு இருக்கோம். பக்தர்களுக்கு வேண்டிய காலையிலிருந்து நேற்று இரவு முழுவதும் கடும் தேயிலை கட்டங்காப்பின்னு சொல்லுவாங்கள்ல, கட்டங்காப்பியும், இன்று பகல் முழுவதும் பானகம், மோர், இனி இரவு ஃபுல்லாக கஞ்சி தானம் நாங்கள் நடத்துகிறோம். நாங்கள் இங்கே வரக்கூடிய பக்தர்கள் யாரும் பசியோடு செல்லக்கூடாது, അതാണ് ഞങ്ങളുടെ കൊள்കை. തീർച്ചയായും ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ ആരും വിശപ്പോടുകൂടി പോകേണ്ടി വരരുത് എന്നാണ് അവരൊക്കെ വ്യക്തമാക്കുന്നത്. മറ്റൊരു കാര്യം, ഈ റോഡൊക്കെ തന്നെ, അതായത് ക്ഷേത്രത്തിലേക്ക് എത്തുന്ന റോഡൊക്കെ തന്നെ ഇവിടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ ശരിയാക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ശിവാലയ ഓട്ടം ഉണ്ട് എന്നറിഞ്ഞിട്ട് പോലും മറ്റ് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. എന്നാലും ക്ഷേത്രത്തിലെത്തുന്നവരെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നൊക്കെ തന്നെ ഭാരവാഹികൾ പറയുന്നുണ്ട്. എല്ലാവരും അങ്ങനെ ദർശനത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. ഇനിയൊരു ക്ഷേത്രം കൂടെ ബാക്കിയുള്ളൂ അല്ലേ? യാത്ര നല്ലതായിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. 20 പ്രാവശ്യങ്ങളായി. എല്ലാ വർഷവും വരും. ഭഗവാനെ കാണാതിരിക്കാൻ പറ്റുമോ? ഒരു വർഷം ആദ്യം നോക്കണ ശിവരാത്രി എന്നാ ഭഗവാനെ കാണാൻ വേണ്ടിയ. പിന്നെ ഒരിക്കൽ തീർച്ചയായും അടുത്ത വർഷം പിന്നെ ഭഗവാൻ കടാക്ഷിച്ചാൽ വരും, അത്രേ ഉള്ളു. മൂന്നാമത്. അപ്പോൾ നേരത്തെ അമ്മ പറഞ്ഞതുപോലെ ഓരോ വർഷവും അങ്ങനെ കാത്തിരുന്ന് വരുന്ന ഭക്തജനങ്ങളാണ് വ്രതം നോറ്റുകൊണ്ട് ഈ ഒരു ശിവാലയ ഓട്ടത്തിൻ്റെ ഭാഗമാകുവാൻ വേണ്ടി എല്ലാവരും അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനി അവസാനത്തെ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ, തിരുനട്ടാരത്ത് എത്തുമ്പോൾ വലിയ തിരക്ക്, ഇതിലും വലിയ തിരക്ക് നമുക്ക് അനുഭവപ്പെടുമെന്നുള്ളത് തന്നെയാണ്. കാരണം എല്ലാവരും വന്ന് ആ ഒരു ശിവാലയ ഓട്ടം അത് പൂർത്തിയാകുന്നത് തിരുനട്ടാരത്തെത്തി ദർശനം നടത്തുമ്പോഴാണ്. അപ്പോൾ അവിടേക്ക് നിറയെ ഭക്തജനങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ടാകും. എന്തായാലും ഇനി അടുത്തത് അങ്ങോട്ടേക്കാണ് യാത്ര. ഈ ഇത്രയധികം ക്ഷേത്രങ്ങൾ, അതായത് 12 ക്ഷേത്രങ്ങളും ദർശനം നടത്തി അവർ അങ്ങനെ സായുജ്യമടഞ്ഞ് മടങ്ങുവാൻ വേണ്ടിയിട്ട് അങ്ങനെ
ഭക്തജനങ്ങൾ രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് ഈ പുലർച്ചെ ദർശനത്തിനായി എത്തി. അത് കഴിഞ്ഞ ശേഷം ഓരോ ക്ഷേത്രത്തിൽ നിന്നും എത്തുമ്പോൾ അവർ ആ ഗോവിന്ദ ഗോപാല മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഓരോ ക്ഷേത്രങ്ങളിലേക്കും അങ്ങനെ ദർശനം നടത്തി വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മളിത് എല്ലാ ബുള്ളറ്റിനുകളിലും ഈ ഒരു ശിവാലയ ഓട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയിരുന്നു. ഇപ്പോൾ എത്തി നിൽക്കുന്നത് 11ാമത്തെ ക്ഷേത്രത്തിലാണ്. ഇനി അടുത്ത് പോകേണ്ടത് തിരുനട്ടാലത്താണ്, 12ാമത്തെ ക്ഷേത്രം. എന്തായാലും അവിടെയും ഇതുപോലെ തന്നെയാണ് ഭക്തജന തിരക്ക്, വലിയ ഭക്തജന തിരക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, മനോജ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ശിവാലയ ഓട്ടത്തിൽ 11ാമത്തെ ക്ഷേത്രമായ തൃപ്പന്നിക്കോട് ക്ഷേത്രത്തിൽ നിന്നാണ് മനോജ് ചേർന്നത്.